40 Rules of Love പാർട്ട് 4. പിന്നീട് അന്നേ ദിവസം ഉമ്മറത്ത് തനിക്ക് പ്രിയപ്പെട്ട ആടുന്ന കസേരയിൽ ഇരുന്ന് ഓറഞ്ച് പോലെ ചുവന്നു തൊടുത്ത നോർത്താംപ്ടൺ സൂര്യാസ്തമയം കാണുകയായിരുന്നു അവൾ. ആകാശം കൈനീട്ടിയാൽ തൊടാവുന്ന അത്ര അടുത്താണെന്ന് തോന്നി. അകമേ ചുഴലിയായ ഒച്ചകളിൽ മടുത്തിട്ടെന്നവണ്ണം അവളുടെ തലച്ചോറ് മൗനമായിപ്പോയിരുന്നു. ആ മാസത്തെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ, ഓർലിയുടെ തെറ്റായ തീറ്റശീലം, അവിയുടെ കുറഞ്ഞ മാർക്കുകൾ, എസ്തർ ആന്റിയും അവരുടെ പാവം കേക്കുകളും, അവളുടെ നായ സ്പിരിറ്റിന്റെ അനുദിനം ക്ഷയിക്കുന്ന ആരോഗ്യം, ഷെനറ്റിന്റെ കല്യാണ പദ്ധതികൾ, ഭർത്താവിന്റെ രഹസ്യബന്ധങ്ങൾ, തന്റെ ജീവിതത്തിലെ സ്നേഹരാഹിത്യം, ഇവ ഓരോന്നായി എടുത്ത് അവൾ തന്റെ മനസ്സിൽ കുഞ്ഞറകളിൽ പൂട്ടിവെച്ചു. ആ മാനസിക നിലയിലാണ് എല്ല ആ കൈയെഴുത്തുപ്രതി കൂട്ടിൽ നിന്ന് പുറത്തേക്കെടുത്തത്. അവയുടെ ഭാരം അളക്കും പോലെ അവൾ അത് കയ്യിൽ വെച്ചു നോക്കി. നോവലിന്റെ തലക്കെട്ട് നീലമഷിയിൽ അതിനു പുറത്തെഴുതിയിരുന്നു: മധുരമുള്ള ദൈവനിന്ന. അതെഴുതിയ ആളെപ്പറ്റി ഒരു യെസെഡ് സഹാറ അധികമൊന്നും ആർക്കും അറിയില്ലെന്ന് എല്ലയോട് പറഞ്ഞിരുന്നു. സഹാറ ഹോളണ്ടിലാണ് താമസം. കൈയെഴുത്തുപ്രതി ആംസ്റ്റർഡാമിൽ ലിറ്റററി ഏജൻസിക്ക് കൈമാറി ലഭിച്ചത് ഒരു കവറിനുള്ളിൽ ചെറിയ പോസ്റ്റ് കാർഡോടെയാണ്. കാർഡിൽ ടുലിപ്പ് പൂന്തോട്ടത്തിന്റെ ഒരു ദൃശ്യമായിരുന്നു. ഇളം ചുവപ്പ്, മഞ്ഞ, മാന്തളിർ നിറങ്ങളിലുള്ള പൂക്കളുകൾ. നേർത്ത കൈയക്ഷരത്തിൽ കാർഡിന് പിന്നിൽ എഴുതിയത് അവൾ വായിച്ചു: ഡിയർ സർ ഓർ മാഡം, ആംസ്റ്റർഡാമിൽ നിന്ന് അഭിവാദ്യങ്ങൾ. ഞാൻ ഇതോടൊപ്പം അയക്കുന്ന കഥ നടക്കുന്നത് 13-ാം നൂറ്റാണ്ടിലെ ഏഷ്യ മൈനറിലെ കൊനിയയിലാണ്. എന്നാൽ എന്റെ ആത്മാർത്ഥമായ വിശ്വാസം ഈ കഥ രാജ്യങ്ങളും സംസ്കാരങ്ങളും നൂറ്റാണ്ടുകളും പിന്നിട്ടു പോകുന്നതാണെന്നാണ്. ഈ നോവൽ മധുരമുള്ള ദൈവനിന്ന വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ബഹുമാനിതനായ ആത്മീയ നേതാവും മികച്ച കവിയുമായ റൂമിയും, വിവാദങ്ങളുണ്ടാക്കാൻ മടിയില്ലാത്തവനും പാരമ്പര്യ വിരുദ്ധനുമായ എന്നാൽ അധികമാരും അറിയാത്ത തബരീസിലെ ഷംസ് എന്ന ദർവീഷും തമ്മിലുള്ള ആത്മബന്ധത്തെ ആവിഷ്കരിക്കുന്ന ചരിത്ര നോവലാണിത്. നിങ്ങൾക്കൊപ്പം പ്രേമം എന്നും ഉണ്ടായിരിക്കട്ടെ. പ്രേമത്താൽ നിങ്ങൾ എന്നും വലയം ചെയ്യപ്പെടട്ടെ. എസെഡ് സഹാറ. ലിറ്റററി ഏജന്റിന്റെ ജിജ്ഞാസ ഉണർത്തിയത് ആ പോസ്റ്റ് കാർഡാണെന്ന് എല്ലയ്ക്ക് തോന്നി. എന്നാൽ പുതിയ ഒരു എഴുത്തുകാരന്റെ രചന വായിക്കാൻ സമയമുള്ള ആളല്ല സ്റ്റീവ്. അതുകൊണ്ടാണ് അയാൾ പുസ്തകം തന്റെ അസിസ്റ്റന്റായ മിഷേലിനു കൈമാറിയത്. മിഷേലാകട്ടെ തന്റെ പുതിയ അസിസ്റ്റന്റിനും. അങ്ങനെയാണ് മധുരമാർന്ന ദൈവനിന്ന എല്ലയുടെ കൈകളിൽ വന്നു ചേർന്നത്. അതൊരു പുസ്തകം മാത്രമായിത്തീരില്ലെന്ന് അന്നേരം അവൾ അറിഞ്ഞതില്ല. എന്നാൽ അതാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ച പുസ്തകം. അത് വായിക്കുന്ന സമയമാണ് അവളുടെ ജീവിതം മാറ്റിയെഴുതപ്പെടാനിരിക്കുന്നത്. എല്ല ആദ്യ താൾ മറിച്ചു. എഴുത്തുകാരനെക്കുറിച്ച് ഒരു കുറിപ്പ് അവിടെ കണ്ടു: എസെഡ് സഹാറ. ലോകം ചുറ്റുന്ന സമയമൊഴികെ എപ്പോഴും സഹാറ ആംസ്റ്റർഡാമിൽ തന്റെ പുസ്തകങ്ങൾക്കും പൂച്ചകൾക്കും ആമക്കുഞ്ഞുങ്ങൾക്കുമൊപ്പം താമസിക്കുന്നു. മധുരമുള്ള ദൈവനിന്ന അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ്, മിക്കവാറും അവസാനത്തേതും. ഒരു നോവലിസ്റ്റാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. മഹാതത്ത്വചിന്തകനും സൂഫിയുമായ കവി റൂമിയോടും കവിയുടെ പ്രേമസൂര്യനായ തബരീസിലെ ഷംസിനോടുമുള്ള അങ്ങേയറ്റത്തെ മതിപ്പാണ് ഈ നോവലെഴുതാൻ കാരണമായത്. ഇത്രയും വായിച്ചതോടെ എല്ലയുടെ നോട്ടം താളിനു താഴെ അടുത്ത വരിയിലേക്ക് നീണ്ടു. അവിടെ അവൾ വായിച്ചത് വിചിത്രമെന്ന് പറയട്ടെ, പരിചിതമായി തോന്നി. ചില ആളുകൾ പറയുമെങ്കിലും പ്രേമമെന്നത് വന്നപോലെ വേഗം കടന്നു പോകുന്ന ഒരു മധുരവികാരമല്ല. ആ ദിവസം നേരത്തെ അടുക്കളയിൽ താൻ മകളോട് പറഞ്ഞ വാക്യത്തിന്റെ നിഷേധമാണ് താനിപ്പോൾ വായിച്ചതെന്നു മനസ്സിലായതോടെ അവളുടെ മുഖം വാടി. പ്രപഞ്ചത്തിലെ നിഗൂഢമായ ഏതോ ശക്തി, അല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ, അയാൾ ആരായാലും തന്നെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന വിചാരത്താൽ വിറയലോടെ അവൾ ഒരു നിമിഷം സ്തബ്ധയായിരുന്നു. ഇത് ആദ്യമായി വായിക്കാൻ പോകുന്നത് ഏതുതരം വ്യക്തിയാണെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാകണം ഒരുപക്ഷേ അയാൾ ഈ പുസ്തകം എഴുതിയത്. അവളാണ് തന്റെ വായനക്കാരിയെന്ന് ഈ എഴുത്തുകാരന്റെ മനസ്സിലുണ്ടായിരുന്നു. തനിക്കജ്ഞാതമായ ഏതോ കാരണങ്ങളാൽ എല്ലയ്ക്ക് ഈ ആശയം ആവേശകരമായും ആസ്വാദ്യജനകരമായും തോന്നി. പഴയ വഴിയിലും 13-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ നിന്നും അത്ര
അത്രയൊന്നും വ്യത്യസ്തമല്ല. മുൻപെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായ മതസംഘർഷങ്ങളാലും സംസ്കാര തെറ്റിദ്ധാരണകളാലും പൊതുവായ അരക്ഷിതബോധത്താലും അപരഭയത്താലും കലുഷിതമായ കാലങ്ങളായി 2 നൂറ്റാണ്ടുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇത്തരം സമയങ്ങളിലാണ് മറ്റേതു കാലത്തേക്കാളും സ്നേഹത്തിനു വേണ്ടിയുള്ള ആവശ്യം ഏറ്റവും ഉന്നതമാകുന്നത്. അവൾ ഇരിക്കുന്ന ദിശയിൽ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു. ശക്തമായതും തണുത്തതും. ഉമ്മറത്തേക്ക് ഇലകൾ ചിതറിവീണു. സൂര്യാസ്തമയത്തിന്റെ സൗന്ദര്യം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് തെന്നിപ്പോയി. അന്തരീക്ഷം വിരസവും സന്തോഷരഹിതവുമായി അനുഭവപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ പ്രേമം ജീവിതത്തിന്റെ സത്തയും ഉദ്ദേശ്യവും ആണ്. റൂമി നമ്മെ ഓർമ്മിപ്പിക്കും പോലെ അത് എല്ലാ വ്യക്തികളെയും വന്നു മുട്ടുന്നു, സ്നേഹത്തെ നിരാകരിക്കുന്നവരെയും. കാൽപ്പനികം എന്ന പദം വിയോജിപ്പിന്റെ അടയാളമായി ഉപയോഗിക്കുന്നവരെയുമടക്കം. താൻ വായിച്ചത് ഇങ്ങനെയാണെന്നപ്പോൾ എല്ലയെ ആരോ അടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സ്നേഹം എല്ലാരെയും വന്നു മുട്ടുന്നു. നോർത്താംപ്ടണിലെ മധ്യവയസ്കയായ വീട്ടമ്മ എല്ല റോബിൻസണെയും. ആ എഴുത്തുകടലാസുകൾ അപ്പോൾ തന്നെ അടച്ചുവെക്കാനാണ് ആദ്യം അവളിലെ സഹജാവസന അവളോട് പറഞ്ഞത്. എന്നിട്ട് അകത്ത് പോയി മിഷേലിനെ ഫോണിൽ വിളിച്ച് ആ നോവലിന് ഒരു റിപ്പോർട്ട് എഴുതാൻ ഒരു നിവൃത്തിയുമില്ലെന്ന് അവളോട് പറയുക. പകരം അവൾ ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം താൾമറിച്ചു വായന തുടങ്ങി. മധുരമാർന്ന ദൈവനിന്ദ നോവൽ എസെഡ് സഹാറ. സൂഫി വര്യന്മാർ പറയുന്നു, ഖുർആനിന്റെ രഹസ്യമിരിക്കുന്നത് അൽ-ഫാത്തിഹയിലാണെന്ന്. അൽ-ഫാത്തിഹയുടെ രഹസ്യമടങ്ങുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലയുടെ സാരമാകട്ടെ ബ എന്ന അക്ഷരത്തിലും. ആ അക്ഷരത്തിന് താഴെ ഒരു ബിന്ദുവുണ്ട്. ബായുടെ താഴെയുള്ള ബിന്ദുവിൽ മുഴുവൻ പ്രപഞ്ചവും മൂർത്തമായിരിക്കുന്നു. മസ്നവിയുടെ തുടക്കം ബായിലാണ്. അതേപോലെ ഈ നോവലിലെ എല്ലാ അധ്യായങ്ങളും. മുഖവുര. ബലാബലം തുടരുന്ന അധിക പോരാട്ടങ്ങളാലും രാഷ്ട്രീയ തർക്കങ്ങളാലും മതസംഘർഷങ്ങളാലും വലയം ചെയ്യപ്പെട്ട 13-ാം നൂറ്റാണ്ട് അനത്തോലിയയിൽ കലുഷിതമായ ഒരു കാലഘട്ടമായിരുന്നു. പടിഞ്ഞാറെ കുരിശുയുദ്ധക്കാർ ജെറുസലേമിലേക്കുള്ള പടയോട്ടത്തിനിടെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി കൊള്ളയടിച്ചു. അതോടെ ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ വിഭജനവുമായി. കിഴക്ക് ജെങ്കിസ് ഖാന്റെ സൈനിക മികവിന് കീഴിൽ കണിശമായ അച്ചടക്കത്തോടെ മംഗോളിയൻ സൈന്യം വ്യാപകമായി ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കി. ഇതിനിടയിൽ തുർക്കി ഗോത്രങ്ങൾ പരസ്പരം പോരടിച്ചു. നഷ്ടമായ അധികാരവും സ്വത്തും ഭൂമിയും തിരിച്ചുപിടിക്കാൻ ബൈസാന്റിയൻകാരും ശ്രമിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം മുസ്ലിങ്ങൾ ക്രൈസ്തവരോടും ക്രൈസ്തവർ മുസ്ലിങ്ങളോടും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളോട് തന്നെയും പോരടിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. എങ്ങും പകയും വേദനയും മാത്രം. ഇനിയെന്തു സംഭവിക്കുമെന്ന കടുത്ത ഭീതിയും. ഈ കലാപങ്ങൾക്ക് നടുവിലാണ് പ്രമുഖനായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ജലാലുദ്ദീൻ റൂമി ജീവിച്ചിരുന്നത്. മൗലാന എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ പ്രദേശത്തും അതിനു പുറത്തും ആയിരക്കണക്കിന് ശിഷ്യന്മാരും ആരാധകരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ മുസ്ലിങ്ങളും അദ്ദേഹത്തെ ഒരു ദീപസ്തംഭമായിട്ടാണ് അന്ന് കണ്ടത്. 1244-ൽ റൂമി ഷംസിനെ കണ്ടുമുട്ടി. മതനിന്ദാകരമായ പ്രഖ്യാപനങ്ങളും പാരമ്പര്യവിരുദ്ധമായ രീതികളുമുള്ള നാടോടിയായ ദർവീഷായിരുന്നു ഷംസ്. ആ കൂടിക്കാഴ്ച ഇരുവരുടെയും ജീവിതം മാറ്റിമറിച്ചു. അത് ദൃഢവും വ്യത്യസ്തവുമായ ഒരു സൗഹൃദത്തിനു കൂടി തുടക്കം കുറിച്ചു. തുടർന്നു വന്ന നൂറ്റാണ്ടുകളിലെ സൂഫികൾ ആ സൗഹൃദത്തെ 2 സമുദ്രങ്ങളുടെ സംഗമത്തോടാണ് താരതമ്യം ചെയ്തത്. അസാധാരണനായ ഈ സഹയാത്രികൻ ഒപ്പം വന്ന ശേഷം മുഖ്യധാര മതപണ്ഡിതൻ എന്ന നിലയിൽ നിന്ന് റൂമി പ്രതിജ്ഞാബദ്ധനായ സൂഫിയും വികാരസമ്പന്നനായ കവിയുമായി മാറി. റൂമിയാണ് വട്ടം ചുറ്റുന്ന ദർവീഷുകളുടെ ഉന്മാദനൃത്തം തുടങ്ങിയത്. ഇതാകട്ടെ എല്ലാ പരമ്പരാഗത നിയമങ്ങളെയും ലംഘിച്ച് സ്വതന്ത്രമാകലായിരുന്നു. മതഭ്രാന്തുകളിലും കലഹങ്ങളിലും മുങ്ങിക്കിടന്ന ഒരു കാലത്ത് റൂമി സാർവലൗകികമായ ആത്മീയതയ്ക്കായി നിലകൊണ്ടു. ഏത് സാഹചര്യങ്ങളിൽ നിന്നെത്തിയവർക്കു വേണ്ടിയും തന്റെ വാതിൽ തുറന്നുകൊടുത്തു. അവിശ്വാസികൾക്കെതിരെ യുദ്ധം എന്ന് നിർവചിക്കപ്പെട്ട ഇന്നത്തെ പോലെ അന്ന് പലരും ചെയ്തുകൊണ്ടിരുന്ന ബാഹ്യലോക കേന്ദ്രീകൃതമായ ജിഹാദിനു പകരം ആന്തരികതയിലൂന്നിയ ജിഹാദിനു വേണ്ടിയാണ് റൂമി നിലകൊണ്ടത്. അതാകട്ടെ സ്വന്തം അഹന്തയ്ക്ക് എതിരെ പൊരുതുകയും അന്തിമമായി അതിനെ ജയിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എല്ലാവരും ഹൃദയം പ്രേമത്തിലേക്ക് തുറക്കാത്തതുപോലെ ഈ ആശയവും എല്ലാവരും സ്വാഗതം ചെയ്തില്ല.
ഷംസും റൂമിയും തമ്മിലുള്ള ശക്തമായ ആത്മീയബന്ധം ഇതോടെ അപഖ്യാതികൾക്കും ആക്രമണങ്ങൾക്കും അപവാദങ്ങൾക്കും ഇരയായി. അവരെ ഒട്ടേറെ പേരും തെറ്റിദ്ധരിച്ചു, അവരോട് അസൂയപ്പെട്ടു, അവരെ കുറ്റപ്പെടുത്തി. ഒടുവിൽ ഏറ്റവും ഉറ്റവർ തന്നെ ഇരുവരെയും ഒറ്റുകൊടുക്കുകയും ചെയ്തു. കണ്ടുമുട്ടി 3 വർഷത്തിനു ശേഷം ഇരുവരും ദുരന്തപൂർണമായി വേർപിരിഞ്ഞു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. സത്യത്തിൽ അതൊരു വിരാമമായിരുന്നില്ല. 8 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഷംസിന്റെയും റൂമിയുടെയും ആത്മാവുകൾ ജീവിക്കുന്നു, എപ്പോഴും നമുക്കിടയിൽ എവിടെയോ വാർത്തുള നൃത്തമാടി. കൊലയാളി അലക്സാൻഡ്രിയ, നവംബർ 1252. കിണറ്റിലെ ഇരുണ്ട ജലത്തിനടിയിൽ അവനിപ്പോൾ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ ദീപ്തവും അജ്ഞാശക്തി നിറഞ്ഞതുമായ അവന്റെ കണ്ണുകൾ ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ പിന്തുടരുന്നു. മുകളിൽ ആകാശത്ത് അശുഭസൂചകമായി തൂങ്ങുന്ന 2 നക്ഷത്രങ്ങൾ പോലെ. വളരെ ദൂരേക്കു പോയാൽ കുത്തിത്തുളയ്ക്കുന്ന ഈ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ അലക്സാൻഡ്രിയ വരെ എത്തിയത്. എന്റെ മനസ്സിനകം മുഴങ്ങുന്ന രോദനം അവസാനിപ്പിക്കാൻ അവന്റെ കണ്ണുകൾ തുറിച്ചെത്തിയപ്പോൾ, തൊണ്ടയിൽ ശ്വാസം കുരുങ്ങിയപ്പോൾ, അവന്റെ മുഖമാകെ ചോരയിൽ കുതിർന്ന നേരം, അവനിൽ നിന്നുയർന്ന അവസാനത്തെ കരച്ചിൽ, കുത്തേറ്റ ഒരു മനുഷ്യന്റെ യാത്രാമൊഴി, കെണിയിലകപ്പെട്ട ചെന്നായയുടെ രോദനം. നിങ്ങൾ ഒരുവനെ കൊല്ലുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എന്തോ ഒന്ന്, ഒരു നെടുവീർപ്പ്, ഒരു ആംഗ്യം, ഒരു ഗന്ധം നിങ്ങളിലേക്ക് പകരുന്നു. ഇരയുടെ ശാപം എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ അള്ളിപ്പിടിക്കുന്നു, നിങ്ങളുടെ തൊലിയിലേക്ക് ഇറ്റുവീഴുന്നു, അവിടെ നിന്ന് നേരെ ഹൃദയത്തിനകത്തേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങൾക്കുള്ളിൽ അത് ജീവിച്ചു തുടങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്ന മനുഷ്യർക്ക് ഇതൊന്നും അറിയാൻ നിവൃത്തിയില്ലെങ്കിലും ഞാൻ കൊന്ന എല്ലാ മനുഷ്യരുടെയും അടയാളങ്ങൾ എനിക്കുള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്നു, അദൃശ്യമായ ഒരു ഖണ്ഡാഭരണം പോലെ. എന്റെ കഴുത്തിൽ ഞാനത് അണിയുന്നു, ഇറുങ്ങിയതും ഭാരമേറിയതുമായ ആ സാന്നിധ്യം എന്റെ തൊലിയിൽ അനുഭവിച്ചുകൊണ്ട്. ഒട്ടും സുഖകരമല്ലെങ്കിലും ഞാനത് എന്റെ ജോലിയുടെ ഭാഗമായി കണ്ട് സഹിക്കാൻ ശീലിച്ചിരിക്കുന്നു. കായൻ ആബേലിനെ കൊന്ന കാലം മുതൽക്കേ ഓരോ കൊലയാളിയും അയാൾ കൊന്നയാളെയാണ് ശ്വസിക്കുന്നത്. ഇതുമാത്രമേ എനിക്കറിയാവൂ. ഇതൊന്നും എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും. എങ്കിലും ഒടുവിലുണ്ടായ ആ സംഭവത്തിനു ശേഷം ഞാൻ ഇത്രമാത്രം ഉലഞ്ഞുപോയത് എന്തുകൊണ്ടാണ്? അതിന്റെ തുടക്കം മുതൽ എല്ലാം വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന്, ഈ ജോലി ഞാൻ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ ജോലി എന്നെ കണ്ടെത്തിയത് എന്ന് പറയുന്നതാണോ ശരി? 1248 വസന്തത്തിന്റെ തുടക്കത്തിൽ ഞാൻ കൊനിയയിലെ ഒരു വേശ്യാലയത്തിന്റെ ഉടമയ്ക്ക് വേണ്ടി ജോലിയെടുത്തു വരികയായിരുന്നു. ദ്വിലിംഗക്കാരിയായ അവരുടെ മുൻകോപവും പകയും കുപ്രസിദ്ധമായിരുന്നു. അവിടുത്തെ പെണ്ണുങ്ങളെ അടക്കി നിർത്തലും പ്രശ്നക്കാരായ ഇടപാടുകാരെ കൈകാര്യം ചെയ്യലുമായിരുന്നു എന്റെ ജോലി.